വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നല്ലൊരു ഫ്രഷ് കണ്ടന്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വാട്ട്സ് ഇൻ മൈ ബാഗ്. വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഐ തിങ്ക് ഒരു 2-3 ഇയേഴ്സ് ബാക്ക് ഇതായിരുന്നു എല്ലാവരുടെയും മെയിൻ ട്രെൻഡിങ് സാധനം. സോ അപ്പോഴൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. ആൻഡ് എനിക്ക് തോന്നുന്നു അപ്പോഴൊന്നും എനിക്ക് യൂട്യൂബ് ചാനലില്ല. ഒരു 1 ഇയർ ബാക്കാണ് ഞാൻ യൂട്യൂബും അതിലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. ചുമ്മാ എവിടെയെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ബാഗൊന്നും അങ്ങനെ ഒരു ക്യാരി ചെയ്യുന്നൊരു വ്യക്തിയേ അല്ല ഞാൻ. എന്തെങ്കിലും മാക്സിമം ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെയാണ് ക്യാരി ചെയ്യുള്ളൂ. പിന്നെ ഇത് എൻ്റെ ഒരു ഓഫീസ് ബാഗാണ്. അപ്പം ഇതിൽ ഞാൻ ഡെയിലി ക്യാരി ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ഓൾ എല്ലാം തന്നെ നമ്മളുടെ ഗ്രൂമിങ് അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങളാണ്. ഏവിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പം എല്ലാവരുടെ കയ്യിലും അവരുടെ ബാഗ് മൊത്തം ഗ്രൂമിങ്ങിനുള്ള സാധനങ്ങളായിരിക്കും കൂടുതലുണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. സോ അപ്പം ഞാനൊന്ന് വിചാരിച്ചു ജസ്റ്റ് എൻ്റെ ബാഗ് ഒന്ന് തുറന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന്. ഇതാണ് എൻ്റെ ബാഗ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. മാക്സിമം എല്ലാ സാധനങ്ങളും കൊള്ളിക്കാൻ പറ്റുന്ന ഒരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ്. അപ്പം ഇത് ഞാൻ ഡെയിലി ഓഫീസിൽ കൊണ്ടുപോയി എൻ്റെ പരിപ്പൊക്കെ ഇച്ചിരി ഇളകിയിരിക്കുവാണ്. ആദ്യം തുറക്കാം. അത് കൂടുതലും എൻ്റെ ഈ പറഞ്ഞ ഗ്രൂമിങ് സാധനങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുവാണ്. സോ ഇത് ആദ്യമേ എൻ്റെ പൗച്ച്. ഇത് ഇച്ചിരി ഇപ്പം ശോചനീയമായ അവസ്ഥയിലാണ് ഉള്ളത്. ഇതിനകത്ത് കൊള്ളുന്നതിന് കൂടുതലും ഐറ്റംസ് ഇട്ടിട്ട് ഇതിങ്ങനെ ഇപ്പം സിബൊക്കെ പോയിട്ടിരിക്കുവാണ്. അപ്പം ഇതിനകത്തും എൻ്റെ മേക്കപ്പ് സാധനങ്ങളാണുള്ളത്. ഇതെൻ്റെ കോമ്പാക്ട് പൗഡറാണ്. പിന്നെ ഇത് ഒരു ലിപ് ഓയിലാണ്. എൻ്റെ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പം ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. നല്ല പ്രോഡക്റ്റാണ്. പിന്നെ മൈഗ്ലാമിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക്. ഇതിലുള്ള ഈ ബാഗിനകത്തുള്ള സാധനങ്ങളൊന്നും ഞാൻ പുറത്തോട്ട് എടുത്ത് വെക്കില്ല കേട്ടോ. ഇവിടെ വീട്ടിൽ ഞാൻ വേറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ മറന്നു അതോട്ട് എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇത് എൻ്റെ ഒരു ബ്ലഷാണ്, ലിക്വിഡ് ബ്ലഷ്. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ വാസ്ലീൻ ഫോർ മൈ ലിപ്സ്. ഭയങ്കര ഡ്രൈ ആണല്ലോ. അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന ടൈമിൽ ഈ വാസ്ലീൻ തേച്ചിട്ട് ലിപ്സ്റ്റിക് ഫുൾ റിമൂവ് ചെയ്തിട്ടാണ് പോരുന്നത്. അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേനും ഡ്രൈ ആയിട്ട് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഇറിറ്റേഷൻ അല്ല, ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര ഒരു ഫീലായിരിക്കും. പിന്നെ ഇത് എൻ്റെ ഡാസിലറിൻ്റെ ഐലൈനർ. അത് വാട്ടർ പ്രൂഫ് അല്ല, പിന്നെ വാട്ടർ പ്രൂഫായിട്ടുള്ള വേറൊരു ഐലൈനർ. ആൻഡ് അഗെയിൻ എൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്. ഇത് ആക്ച്വലി ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പം ഉള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര അടിപൊളി ലിപ്സ്റ്റിക്കാണ്. നൈക്കയുടെയാണ്. ലൈക്ക് ബോസ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത്. അത് പിന്നെ ഇതിനകത്ത് കുറച്ച് മെഡിസിൻസ് ആൻഡ് സാനിറ്ററി പാഡാണ് ഉള്ളത്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ യൂസ് ചെയ്യേണ്ടി വരുമല്ലോ തീർച്ചയായിട്ടും. അതിന് വേണ്ടിയിട്ട് പിന്നെ മെഡിസിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് തലവേദന, വയറുവേദന ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് അങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെൻ്റെ അടുത്തൊരു പൗച്ചാണ്. ഞാനിങ്ങനെ പൗച്ചിൽ ക്യാരി ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇതിനകത്ത് എൻ്റെ ഹെയർ ആക്സസറീസ് എല്ലാം ഉണ്ട്. ഇത് ഞങ്ങളുടെ ഡോണറ്റ് ബൺ, ഇത് അതിനിടുന്ന വല, ആൻഡ് ലോട്ട് ഓഫ് യൂപിൻസ്, സ്ലൈഡ്, പിന്നെന്താ ബുഷ്, അങ്ങനത്തെ ഹെയറിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ ഇത് സൂപ്പർ സിറം BB ക്രീമാണ്. ലൈക്ക് ഫൗണ്ടേഷനൊക്കെ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് നെക്സ്റ്റ് വീണ്ടും മൈ ഐ ഷാഡോ പാലറ്റ്. പിന്നെ എന്താ സൺസ്ക്രീൻ. ഇത് ഡെർമഡോക്കിൻ്റെ പ്രൊട്ടക്ഷൻ സൺസ്ക്രീൻ. പക്ഷേ ഞാനിത് യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഉള്ളതാണ്. ഭയങ്കര ഓയിലി അല്ലെങ്കിൽ എന്തൊരു ഡ്യൂയി ഫിനിഷിങ് കണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ ഒരു എണ്ണത്തോടെ കിടക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അതാണ് ഞാനിത് യൂസ് ചെയ്യാറില്ല. പിന്നെ ബാഗിൽ ചുമ്മാ ഇട്ടിരിക്കുവാണ് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെന്താ ഒരു നെയിൽ പോളിഷ് റിമൂവർ ഉണ്ട്. ഇതതിൻ്റെ കവറാണ്. ഓക്കെ ഇത് നമ്മളുടെ ഡിയോഡ്രൻറ്റ് റോളോൺ. പക്ഷേ ഇതിപ്പോൾ കണ്ടു ഇത് ഫുൾ ഇത്രയും ബാഗിൽ വീണതാണ്. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇത് തീർന്നിട്ട് വേണമെങ്കിൽ വേറെ വാങ്ങാൻ. ഭയങ്കര ഒരു എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്മെൽ. ആൻഡ് ഇതൊരു സ്പഞ്ച്. പിന്നെന്താ മോയ്സ്ചറൈസറൊക്കെ ഉണ്ടായല്ലോ. ഇത് പൗഡർ, പോൺസ് നോർമൽ ടാക്കം പൗഡർ. പിന്നെ
ഇത് ഫോക്സ് ടെയിലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ടാണ് ഗ്രൂമിങ് എല്ലാം ചെയ്യുന്നത്. സോ ഇതെല്ലാം അവിടെ കബോർഡിൽ വെക്കാം. പക്ഷെ ഞാൻ എന്തിനു വേണ്ടിയിട്ട് ബാഗിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടക്കണമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ കൊണ്ടുനടക്കും. പിന്നെ ആ ഒരു കള്ളി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞി കള്ളിയുണ്ട്. അതിനകത്ത് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് എൻ്റെ ഒരു പോക്കറ്റ് പെർഫ്യൂം. ഈ പെർഫ്യൂം ഞാൻ അത്ര അങ്ങോട്ട് യൂസ് ചെയ്യാറില്ല. പിന്നെ അടുത്തൊരു പോക്കറ്റ് പെർഫ്യൂം. ഇത് ആക്ച്വലി നല്ല അടിപൊളി സ്മെല്ലാണ്. ഇത് എന്താ അങ്ങനെ വലിയ ബ്രാൻഡിൻ്റെ ഒന്നുമല്ല. ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കടയിൽ കണ്ടപ്പോൾ വെറുതെ വാങ്ങിച്ചതാണ്. ചെറിയ എന്തോ പൈസയേ ഉള്ളൂ. പക്ഷെ നല്ല അടിപൊളി സ്മെല്ലാട്ടോ. പിന്നെ ഞാൻ ഒരിക്കലും യൂസ് ചെയ്യാത്ത എൻ്റെ ഒരു ഹെഡ്സെറ്റ്. എനിക്ക് ആക്ച്വലി ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ പാട്ട് കേൾക്കാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ വോളിയത്തിൽ വെച്ച് കേൾക്കണം. ഇങ്ങനെ ചെറിയ വോളിയത്തിൽ കേൾക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമേ അല്ല. പിന്നെ ഇതൊരു ചെറിയൊരു നോട്ട് പാഡാണ്. ഇത് ആക്ച്വലി എൻ്റെ എയർപോർട്ടിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ എല്ലാവരുടെയും പോക്കറ്റിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു നോട്ട് പാഡ്സ് ഉണ്ടാകും. നമ്മൾ ചെല്ലുന്ന ടൈമിൽ അത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തൊട്ടിട്ട് എല്ലാം ആ ഒരു നോട്ട് പാഡിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ ലൈക്ക് സിസ്റ്റത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ലൊക്കേഷനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ടാവും. അപ്പം അന്ന് തൊട്ടുള്ള ഒരു ശീലമാണ് നോട്ട് പാഡ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ എൻ്റെ ബാഗിൽ വെറുതെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് എന്താ ഐ ഷാഡോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്രഷ് ആൻഡ് ഒരു വൈറ്റ് കളർ നെയിൽ പോളിഷ് ഉണ്ട്. അത് വൈറ്റ് ആവാൻ നമുക്ക് എല്ലാത്തിലും ലൈക്ക് നമുക്ക് അങ്ങനെ എല്ലാ കളേഴ്സും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം വൈറ്റ് ആവാൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് വീണ്ടും ഒരു അത്തർ പെർഫ്യൂം. ഇത് ആക്ച്വലി എൻ്റെ അമ്മയുടെ ആയിരുന്നു. അമ്മ അടിച്ചിട്ട് നല്ല സ്മെല്ല് കേട്ടപ്പം ഞാനത് അടിച്ചു മാറ്റിയതാണ്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് കള്ളി തീർന്നു. ഇതിൽ മൊത്തം എൻ്റെ ഈ സാധനങ്ങളാണ്, മേക്കപ്പ് ഐറ്റംസ് ആണ് ഉള്ളത്. ഈ അടുത്ത കള്ളിയിലുള്ളത് എൻ്റെ ഒരു പേഴ്സാണ്. ഇതിൽ ആക്ച്വലി ഒരു 100 രൂപ എണ്ണി പറക്കി കിട്ടും. കാര്യം നമ്മളുടെ എല്ലാം ഇപ്പം ഫോൺ പേ അല്ലെങ്കിൽ ജിപേ ഒക്കെ യൂസ് ചെയ്തിട്ട് ഫോൺ ത്രൂ ആണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് നമ്മളിപ്പോൾ പെട്രോളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഫോൺ പേ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, പെട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് അതിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് എൻ്റെ കാർഡ്സ് കുറച്ച്, ഇത് ATM കാർഡൊന്നും അല്ല കേട്ടോ, എൻ്റെ ഫ്ലൈ ദുബായിലെ കാർഡാണ്, ID കാർഡ് പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ അങ്ങനെ എൻ്റെ കുറച്ച് കാർഡ്സും കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ള. ആൻഡ് ദിസ് ഈസ് ദ മെയിൻ തിങ്. ഇതൊരു കുടയാണ്. ഞാൻ വാങ്ങിച്ചിട്ട് ഇന്നേ വരെ യൂസ് ചെയ്യാത്തൊരു കുട. ബാഗിൽ ക്യാരി ചെയ്യാൻ ഭയങ്കര എളുപ്പമല്ലേ, കുഞ്ഞല്ലേ, അപ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ. പിന്നെ അതുപോലെ ഇനിയിപ്പം നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുമ്പോഴത്തേനും മഴയും കൊള്ളില്ലല്ലോ, അല്ല വെള്ളം ആവില്ലല്ലോ ബാഗിൽ. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ഞാൻ ഇന്നേ വരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. കാര്യം വാങ്ങിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ബൈക്കിനാണ് പോയി, 2 വീലറിനാണ് പോയി തുടങ്ങിയത്. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, റെയിൻ കോട്ടിട്ടല്ലേ നമ്മൾ പോകുന്നത്. ഇനി നമ്മളുടെ അടുത്ത പെട്ടി നോക്കുവാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് മൈ ലഞ്ച് ബോക്സ്. ആക്ച്വലി ഞാൻ ഇന്നിപ്പോൾ ജോലിക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇതെൻ്റെ ലഞ്ച് ബോക്സ് ആണ്. ഇതിലെനിക്ക് എൻ്റെ അച്ഛൻ വാഴ ഇല വെട്ടി അതിനകത്താണ് ചോറാക്കിയിട്ട് നന്നായിരിക്കുന്നത്. പക്ഷെ ഇത് നല്ലതാട്ടോ ഇങ്ങനെ ഒരു ബാഗ്. കാര്യം നമ്മളുടെ ബാഗിനകത്ത് ലീക്കും കാര്യങ്ങളൊന്നും വരാതെ അതിലിങ്ങനെ ഇരുന്നോളും, കുഴപ്പമില്ല. പിന്നെ ഒരു കുപ്പിയൂടി ഉണ്ട്. പക്ഷേ കുപ്പി ഞാനിപ്പോൾ കൊണ്ടുവരാറില്ല, വീക്കെൻഡിൽ മാത്രമേ കൊണ്ടുവരാറുള്ളൂ കഴുകാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമുക്ക് അവിടെ നിന്ന് തന്നെ വെള്ളം എടുക്കും. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു കള്ളിയുണ്ട്. ഇതിനകത്ത് എൻ്റെ 2 പെൻ ഉണ്ട്, പെൻ. പിന്നെന്താ എൻ്റെ മാസ്ക്. 2 വീലറിന് പോകുന്നതുകൊണ്ട് മാസ്ക് ജസ്റ്റ് വെച്ചിരിക്കും, ഞാൻ മാസ്ക് ഒക്കെ വെക്കാറുണ്ട്. പിന്നെ എന്താ കുറച്ച് ചില്ലറ പൈസ ആൻഡ് കുറച്ച് സേഫ്റ്റി പിന്ന്, ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ബാഗിൽ. എൻ്റെ ബാഗിൻ്റെ ഫുൾ ഐറ്റംസ് ഞാൻ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു. സോ ഇതാണ് എൻ്റെ ഓഫീസ് ബാഗിനകത്തുള്ളത്. അപ്പോൾ യൂഷ്വലി പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ ഒന്ന് ഫോളോ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.